വയനാടിനെ സംബന്ധിച്ച് ഏറെ ആവേശത്തിൽ പ്രവർത്തകർ പങ്കെടുക്കുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, മാനന്തവാടിയിൽ നിന്നും, കൽപ്പറ്റയിൽ നിന്നും, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഉള്ള പ്രവർത്തകർ മാത്രമല്ല, ചുരത്തിനു താഴെ, വയനാടൻ ചുരത്തിന് താഴെ, നാടുകാണി ചുരത്തിനും താമരശ്ശേരി ചുരത്തിനും താഴെ മണ്ഡലങ്ങളുണ്ട്. തിരുവമ്പാടിയുണ്ട്. തിരുവമ്പാടി കഴിഞ്ഞാൽ ഏറനാടുണ്ട്, വണ്ടൂരുണ്ട്, നിലമ്പൂരുണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സര സാന്നിധ്യം നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. 7 നിയോജക മണ്ഡലങ്ങളിലും 4 വീതമാണ് സീറ്റുകൾ. 3 സീറ്റുകൾ LDF-ന് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ 4 സീറ്റുകൾ UDF-നുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുമ്പോൾ പക്ഷേ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി UPA അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. അതിൻ്റെ ഒരു ആവേശം സ്വാഭാവികമായും മറ്റു മണ്ഡലങ്ങളിലും വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ, സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലം നൽകിയത്. അതായത് 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകുന്നു, 7 ലക്ഷത്തിലധികം വോട്ടുകൾ നൽകുന്നു. അങ്ങനെ സ്വീകരിക്കുന്നു വയനാട് രാഹുൽ ഗാന്ധിയെ. എതിർ സ്ഥാനാർത്ഥിയായ PP സുനീർ 2 ലക്ഷത്തിന് മുകളിൽ മാത്രമാണ് വോട്ടുകൾ ലഭിച്ചത്. പക്ഷേ ഈ മണ്ഡലം രൂപീകരിച്ച് 2009-ലാണ്. അത് കഴിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഷാനവാസിനെ, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം സത്യൻ മൊകേരിയിലൂടെ 20,000 ആക്കി കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ആ 20,000 ആക്കി കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു മത്സര സാഹചര്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത് UDF-ന്റെ വിളനിലമല്ല. അത്തരത്തിൽ അങ്ങനെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് LDF-ന്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം വീണ്ടും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ ഉള്ള മത്സരം, രാഷ്ട്രീയ മത്സരമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരുന്നതും. റാലി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്താൻ വേണ്ടി പോകുന്നു. റോഡ് ഷോ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നു. ഇതിനുശേഷം ഏതാണ്ട് ഒരു 15 മിനിറ്റിനകം തന്നെ ഈ യാത്ര നേരെ കളക്ടറേറ്റിലേക്ക് പോകും. കളക്ടറേറ്റിൽ വെച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ സജ്ജമാണ്. പ്രവർത്തകരുടെ നീണ്ട നിര, അതായത് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ വയനാടിലെ കൽപ്പറ്റയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നേരത്തെ ആനി രാജ ഇവിടെ നേരത്തെ നാമനിർദ്ദേശ പത്രിക നൽകി. നാളെ ഇവിടെ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി എത്തുന്നു. അമേത്തിയിൽ രാഹുൽ ഗാന്ധി എങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ, അത് വയനാട്ടിൽ ആവർത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു BJP. നാളെ സ്മൃതി ഇറാനി പങ്കെടുക്കുന്ന റോഡ് ഷോയോട് കൂടിയാണ് നാളെ K. സുരേന്ദ്രൻ ഇവിടെ നോമിനേഷൻ നൽകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. BJP ഇത്തവണ ശക്തമായ രീതിയിലുള്ള മത്സര സാന്നിധ്യമായി മാറുന്നു വയനാട്ടിൽ. നേരത്തെ BDJS-ന് സീറ്റ് നൽകി. അത് 2014 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവർക്ക് വലിയ അളവിൽ വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും NDAയുടെ വളർച്ചയുണ്ടായിട്ട് പോലും അവർക്ക് 78,000 വോട്ടുകളാണ് ലഭിച്ചത്. നേരത്തെ 80,000 വോട്ടുകൾ ആയിരുന്നിടത്താണ് 78,000 വോട്ടുകളിലേക്ക് ചുരുങ്ങിയത്. സ്വാഭാവികമായും ശക്തനായ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന്റെ, കേന്ദ്ര നേതൃത്വത്തിന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നു. അതായത് അങ്ങനെ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം പൊതുവെ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കേന്ദ്ര നേതൃത്വം തയ്യാറായത്. K. സുരേന്ദ്രൻ മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക്, ഒറ്റപ്പേരിലേക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും എത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ K. സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യത്തോടെ വളരെ സജീവമായ രാഷ്ട്രീയ മത്സരത്തിന് അരങ്ങ് ഉണരുന്ന സ്ഥിതി ഉണ്ടായത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും വയനാടിനെ സംബന്ധിച്ച് ഏറെ ആവേശം പകരുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അത്രമാത്രം പ്രവർത്തക പങ്കാളിത്തം ഇന്നത്തെ റോഡ് ഷോയുടെ ഭാഗമായി സംഭവിക്കുന്നു. 100 കണക്കിന് ആളുകളാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. അത്രമാത്രം പങ്കാളിത്തം ഉണ്ട്. അല്പസമയം മുമ്പ് ആനി രാജ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകിയിരുന്നു. ആനി രാജ ഇവിടെ മത്സരിക്കുന്നു. രണ്ടുപേരും ഒട്ടനവധി സമരവേദികളിൽ ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചവർ, അവർ പരസ്പരം ഇവിടെ ഏറ്റുമുട്ടുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ ഐക്യനിര ഉണ്ടാകുന്നു. അത്തരം സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു. അങ്ങനെ ആനി രാജയുടെ മത്സര സാന്നിധ്യം കൊണ്ട് തന്നെ ഇടം സവിശേഷമാകുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശം പ്രകടമായ സ്ഥിതിയാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. 100 കണക്കിന് ആളുകൾ അനുധാവനം ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ. രാഹുൽ ഗാന്ധിക്കൊപ്പം നേതാക്കളുടെ നീണ്ട നിര,
അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, VD സതീശൻ, അതോടൊപ്പം MM ഹസൻ, മോൻസ് ജോസഫ്, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA മാർ, KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള T സിദ്ദിഖിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ വണ്ടൂർ MLA ആയിട്ടുള്ള AP അനിൽകുമാറിനെ കാണാൻ കഴിയുന്നു. തുറന്ന ജീപ്പിൽ രാഹുൽ ഗാന്ധി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്നു. നേരത്തെ വന്നത് ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേർന്നത് പാക്കത്ത് അജീഷിന്റെ വീട്ടിൽ, പടമലയിലെ അജീഷിന്റെ വീട്ടിൽ, പാക്കത്ത് പോളിന്റെ വീട്ടിൽ, വാഗേരിയിലെ പ്രജീഷിന്റെ വീട്ടിൽ. ഇവിടെ നിരന്തരം മനുഷ്യ വന്യജീവി സംഘർഷത്തിന് വിധേയമായി മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നത്. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധി ഈ മണ്ണിലേക്ക് കടന്നു വരുന്നു. അതിനു മുമ്പേ തന്നെ പ്രവർത്തകർ സജ്ജമായിരുന്നു. പ്രവർത്തകരുടെ പങ്കാളിത്തം പലയിടങ്ങളിലും അവർ നിയോജക മണ്ഡലം തലത്തിൽ യോഗങ്ങൾ നടത്തി, കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു, ബൂത്ത് തലത്തിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. അങ്ങനെ സ്ക്വാഡ് പ്രവർത്തനമടക്കം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ LDF സ്ഥാനാർത്ഥി ആനി രാജ നേരിട്ടു തന്നെ മത്സര രംഗത്ത് സജീവമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒട്ടും ഊർജം കുറയാതെ തന്നെ അവർ പ്രവർത്തിക്കുന്നു. എന്തായാലും വലിയ അളവിലുള്ള സാന്നിധ്യം, വലിയ നേതാക്കളുടെ വലിയ സാന്നിധ്യം നമുക്കിപ്പോൾ ഇവിടെ കാണാം.